നമ്മൾ എല്ലാ ദിവസവും മഗ്രിബിന് ശേഷം യാസീൻ ഓതുന്നവരാണ്. ചില ആളുകൾ യാസീൻ ഓതാറില്ല, സൂറത്തുൽ മുൽക്ക് മാത്രം ഓതും. ചില ആളുകൾ സൂറത്ത് മുൽക്കും ഓതാറില്ല, യാസീനും ഓതാറില്ല. ചിലപ്പോൾ ആയത്തുൽ കുർസി ഒരു 3 പ്രാവശ്യം ഓതും. എന്താണെങ്കിലും സ്ഥിരമായി എല്ലാ ദിവസവും മുടങ്ങാതെ എന്തെങ്കിലും ഒരു കാര്യം. ചില ആളുകൾ ഹദ്ദാദ് ഓതുന്നവരാണ്. ചില ആളുകൾ അദ്കാറുകൾ നോക്കി, ചില ഉമ്മമാർ അദ്കാറുകൾ നോക്കി അതിലെ ദിക്റുകളും സ്വലാത്തുകളും ഖുർആനൊക്കെ ഓതുന്നവരാണ്. അപ്പോൾ സ്ഥിരമായി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് പറയുന്ന പേരാണ് വിർദ് എന്നുള്ളത്. അപ്പോൾ ഒരാൾക്ക് വിർദായിട്ട് സ്ഥിരമായി കൊണ്ടുപോകാൻ പറ്റിയ 7 ചെറിയ ഖുർആനിലെ ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് പരിചയപ്പെടുന്നത്. ഏതൊക്കെ സൂറത്തിലെ ആയത്തുകളാണ്, ആ ആയത്തുകളുടെ ശ്രേഷ്ഠത എന്താണ്, ആ ആയത്ത് എങ്ങനെയാണ് ഓതേണ്ടത്, ആ ആയത്തുകളുടെ അർത്ഥം എങ്ങനെയാണ്, ആ ആയത്ത് ഓതിയാൽ കിട്ടുന്ന ഓരോ ആയത്തും ഓതിയാൽ വ്യത്യസ്തമായ പ്രതിഫലങ്ങളാണ്, അതൊക്കെ ഏതൊക്കെയാണ് വിശദമായി ഇൻഷാ അല്ലാഹ് നമുക്കത് പഠിക്കാം. ആകാശം ഇടിഞ്ഞ് ഭൂമിക്ക് മുകളിൽ വീണാലും നമുക്കൊന്നും പറ്റൂല. കാരണം അള്ളാഹു അത്രമാത്രം കാവൽ നമുക്ക് തരും. മലക്കുകളുടെ കാവലുണ്ടാകും, ജിബ്രീലിൻ്റെ കാവലുണ്ടാകും, അള്ളാഹുവിൻ്റെ വലിയ സംരക്ഷണം ഉണ്ടാകും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ 7 ആയത്തുകൾ ഏതൊക്കെയാണ്, വളരെ സിമ്പിളാണ്, ചെറിയ ആയത്തുകളാണ്. നമുക്കൊന്നും കേട്ടാലോ? അത് കേട്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നമുക്കിത് സ്ഥിരമായി ഓതാം. അള്ളാഹു തൗഫീക്ക് തരട്ടെ, ആമീൻ. അപ്പോൾ ഏതൊക്കെയാണെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉപ്പമാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ, വിശുദ്ധമായ ഖുർആൻ എല്ലാ ദിവസവും ഓതാൻ, എല്ലാ ദിവസവും ദിക്റുകൾ പറയാൻ, എല്ലാ ദിവസവും നമുക്ക് സുന്നത്തുകൾ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളെല്ലാം അള്ളാഹു സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കി വളർത്തി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് പേര് കല്യാണം പ്രായമായിട്ട് വിവാഹം ശരിയാവുന്നില്ല ഉസ്താദെ, പിന്നെ വീടിൻ്റെ പണി പൂർത്തിയായിട്ടില്ല, പിന്നെ വീട് സ്വന്തമായിട്ടില്ല, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ പറഞ്ഞ ആളുകളുണ്ട്. ഈ കമൻറ്റുകളൊക്കെ വായിച്ചു നോക്കിയാൽ എത്രയോ പ്രശ്നങ്ങളാണ്, എത്രയോ സങ്കടങ്ങളാണ്, എത്രയോ രോഗങ്ങളാണ്. അള്ളാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രശ്നങ്ങളും മാറ്റി കൊടുക്കട്ടെ. നമ്മുടെ ഇന്നത്തെ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു തആല നമ്മുടെ എല്ലാ ഖൈറായ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു സഫലീകരിച്ച് തരട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളെല്ലാവരും പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവരാണ്. അൽഹംദുലില്ലാഹ്. സൂറത്തുൽ യാസീൻ സൂറത്ത് ഓതാറുണ്ട്, വാക്കിയ, മുൽക്ക്, അതുപോലെ ആയത്തുൽ കുർസി. നമുക്കറിയാവുന്ന സൂറത്തുകളൊക്കെ നമ്മൾ ഓതാറുണ്ട്. ചിലപ്പോൾ അത് ഖുർആൻ നോക്കി ഓതും, ചിലപ്പോൾ മൊബൈൽ നോക്കി ഓതും, ചിലപ്പോൾ മനപ്പാടമായിട്ട് ഓതാറുണ്ട്. പ്രത്യേകിച്ച് ഇശാ മഗ്രിബിൻ്റെ ഇടയിലാണ് പലപ്പോഴും ഉമ്മമാരൊക്കെ ചിലപ്പോൾ അദ്കാർ നോക്കി ഓതാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹദ്ദാദ് ഓതാറുണ്ട്. അങ്ങനെ നിരവധി ഔറാദുകൾ, നിരവധി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എല്ലാം അല്ലാഹു തആല അതിൻ്റെ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് നമ്മളിൽ നിന്നും സ്വീകരിക്കട്ടെ, ആമീൻ. ഒരു ആപ്തവാക്യമുണ്ട്, മല്ലൈസ ലഹു വിർദുൻ ഫഹുവ കിർദുൻ. ഒരാൾക്ക് സ്ഥിരമായി പറയുന്ന ഒരു വിർദ്, അതായത് സ്ഥിരമായി പറയുന്ന ഒരു കാര്യമില്ല എങ്കിൽ അവൻ കുരങ്ങനാണെന്നാണ്. ഇപ്പോൾ ഓരോ ആളുകൾക്ക് വ്യത്യസ്തം. ചിലപ്പോൾ എല്ലാ ദിവസവും യാസീൻ ഓതുന്ന ആളുകളുണ്ട്, ചിലപ്പോൾ എല്ലാ ദിവസവും യാസീനും ഓതില്ല, സൂറത്തുൽ മുൽക്ക് ഓതുന്ന ആളുകൾ, എല്ലാ ദിവസവും ആയത്തുൽ കുർസി മുടങ്ങാതെ ഓതുന്നവർ, എല്ലാ ദിവസവും ഹദ്ദാദ് ഓതുന്നവർ. അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു അമൽ നമുക്ക് വേണം. അത് നിസ്കാരത്തിന് ശേഷമാവാം, ചിലപ്പോൾ സുബഹിക്ക് ശേഷമാവാം, മഗ്രിബിന് ശേഷമാവാം. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഒരു വിർദ് നമ്മുടെ കയ്യിൽ വേണം. വിർദ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായി നമ്മൾ ചെയ്യുന്ന ഒരു അമൽ. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, സ്വതക്ക കൊടുക്കുന്നുണ്ട്, അതിനേക്കാൾ ഉപരിയായി നമ്മൾ നാവ് കൊണ്ട് പറയുന്ന എന്തെങ്കിലും ഒരു അമൽ സ്ഥിരമായി നമ്മൾ ചെയ്യണം. എന്നാൽ അള്ളാഹുവിൻ്റെ വലിയ സഹായം നമുക്ക് എപ്പോഴും ഉണ്ടാകും. അങ്ങനെ സ്ഥിരമായി നമുക്ക് എല്ലാ ദിവസവും പറയാൻ പറ്റിയ ഒരു 7 ചെറിയ ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയുകയാണ്, ഇനി പറയുന്ന 7 ആയത്തുകൾ, ഈ ആയത്തുകൾ ഒരു മനുഷ്യൻ നിത്യമായി ഓതുകയാണെങ്കിൽ അവൻ്റെ വെറുതായവൻ ഓതുന്നു. അത് മഗ്രിബിന് ശേഷമാവാം, അസറിന് ശേഷമാവാം, ളുഹറിന് ശേഷമാവാം, ഇശാക്ക് ശേഷമാവാം, സുബഹിക്ക് ശേഷം, ഏത് സമയത്താണെങ്കിലും കുഴപ്പമില്ല. അവൻ സ്ഥിരമായി ഈ ആയത്തുകൾ ഓതുന്നു എങ്കിൽ സ്വബാഹൻ ഔ മസാഅൻ, ചിലപ്പോൾ അത് രാവിലെ ഓതാം അല്ലെങ്കിൽ വൈകിട്ട് ഓതാം. അമീന മിൻ ആഫാത്തി സമാൻ, എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളെ തൊട്ടും അള്ളാഹു അവനെ സുരക്ഷിതമാക്കും. അതായത് വൈറസുകൾ, കടങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, എല്ലാ പ്രകൃതി ദുരന്തങ്ങൾ, എല്ലാത്തിനെ തൊട്ടും ശത്രുക്കളുടെ ഉപദ്രവം, എല്ലാത്തിനെ തൊട്ടും അള്ളാഹുവിൻ്റെ വലിയ കാവൽ ഉണ്ടാകുമെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. മഹാനായ കഅബ് ഇബ്നു അഖ്ബാർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ആകാശം ഇടിഞ്ഞ് ഭൂമിക്ക് മുകളിൽ വീണാലും ഒരു പ്രശ്നവും ഉണ്ടാവാതെ രക്ഷപ്പെടാൻ
ഈ 7 ആയത്തുകൾ മതിയെന്നാണ്. അതായത് ആകാശമിടിഞ്ഞ് ഭൂമിക്ക് മുകളിൽ വീണാലും നമുക്കൊന്നും പറ്റൂല, അത്തരത്തിൽ അള്ളാഹുവിൻ്റെ കാവൽ കിട്ടുന്ന 7 കുഞ്ഞൻ ആയത്തുകൾ അതിപ്രധാനപ്പെട്ട ആയത്തുകളാണ്. നമുക്കിത് ഓതാൻ വലിയ പ്രയാസം അങ്ങനെയൊന്നുമില്ല. നമ്മളൊക്കെ സ്ഥിരമായി ഓതുന്ന ആയത്തുകളിൽപ്പെട്ട ആയത്തുകൾ തന്നെയാണ്. പിന്നെ ചൊല്ലുന്ന സമയത്ത് വുളു ഉണ്ടായിരിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വുളു ഉണ്ടായിരിക്കൽ നല്ലതാണ്. പിന്നെ മറ്റ് ചിന്തകളൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഇത് ഖുർആനാണ് ഓതുന്നത് എന്ന ചിന്തയിൽ ഇത് ഓതുക. എനിക്കിത് പ്രതിഫലം കിട്ടണമെന്ന് മനസ്സിൽ കരുതിയിട്ട് വേണം ഇത് ഓതാൻ. അപ്പോൾ വലിയ ശ്രേഷ്ഠതയുള്ള ആയത്തുകളാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഒന്നാമതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറത്തു തൗബ അല്ലെ. ബിസ്മി ഇല്ലാത്ത സൂറത്താണല്ലോ സൂറത്തു തൗബ. ആ സൂറത്തു തൗബയുടെ 51-ാമത്തെ ആയത്ത്. ഞാൻ ഈ 7 ആയത്ത് പറയാൻ പോവുകയാണ്. എൻ്റെ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം, ഉപ്പമാർ ശ്രദ്ധിക്കണം. നമുക്കൊരു ഡയറി ഉണ്ടല്ലോ, നമ്മുടെ ചാനലിൽ കൂടി പറയുന്ന ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളൊക്കെ എഴുതി വെക്കാൻ ഒരു ഡയറിയോ ഒരു ബുക്കോ ഉണ്ടായിരിക്കാൻ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മിക്ക കയ്യിലും ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു പേപ്പറിൽ നിങ്ങൾ ഇപ്പം തന്നെ എഴുതി വെക്കുക സൂറത്ത് തൗബയുടെ 51-ാമത്തെ ആയത്ത്. ഇനി ആ ആയത്തും ഒന്ന് എഴുതി വെച്ചാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേഗത്തിൽ അത് ഓതാൻ പറ്റും. ഏതാണ് ആ ആയത്ത്? ഈ ആയത്ത് ഓതുമ്പോൾ ബിസ്മി ഓതേണ്ട കാര്യമില്ല, അഊദു മാത്രം ഓതിയാലും മതി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. സൂറത്തു തൗബയുടെ 51-ാമത്തെ ആയത്ത്. ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. വളരെ സിമ്പിളാണ് ഓതാൻ അല്ലേ. ഇത് കണ്ടോതിയാൽ മതി, കാണാതെ ഓതണമെന്ന് ആരും പറഞ്ഞില്ല. കണ്ടോതിയാൽ മതി. ഒരു ദിവസം ഒരു പ്രാവശ്യം ഓതിയാൽ മതി. ഒരാഴ്ച ഇത് കണ്ട് ഓതി വരുമ്പോൾ നമുക്കിത് കാണാതെ ഓതാൻ പറ്റും. വളരെ സിമ്പിളായിട്ടാണ്. ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. അല്ലാഹുവേ പടച്ചവനെ, നീ ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ ഞങ്ങൾക്കൊന്നും ബാധിക്കൂല അല്ലാ അല്ലേ. പടച്ചവനെ, നീ എന്തെങ്കിലും ഞങ്ങൾക്ക് എഴുതിയിട്ടുണ്ടോ, നീ വിധിച്ചിട്ടുണ്ടോ, ഞങ്ങൾക്കത് പറ്റും. നീ വിധിക്കാത്ത ഒരപകടവും അള്ളാഹുവേ നീ ഞങ്ങൾക്ക് തരൂല. ആകാശം ഇടിഞ്ഞ് ഭൂമിക്ക് മുകളിൽ വീണാലും അള്ളാഹു വിചാരിച്ചു നമുക്കൊന്നും പറ്റണ്ടെന്ന്, നമുക്കൊന്നും പറ്റൂല. ഇനി ഭൂമിയിലുള്ള മുഴുവൻ ആളുകൾ നമ്മളെ സംരക്ഷിക്കാൻ നോക്കിയാലും അള്ളാഹു തീരുമാനിച്ചു നമ്മൾ മരിക്കണമെന്ന്, നമ്മൾ മരിക്കും. ലോകത്തുള്ള എല്ലാവരും ചിന്തിക്കുകയാണ് നമ്മളെ രക്ഷിക്കാൻ, പക്ഷെ അള്ളാഹു തീരുമാനിക്കുന്നു നമ്മൾ മരിക്കാൻ, എങ്കിൽ നമ്മൾ മരിക്കും. ലോകത്തുള്ള എല്ലാവരും തീരുമാനിക്കുന്നു നമ്മളെ കൊല്ലാൻ, പക്ഷെ അള്ളാഹു തീരുമാനിക്കുന്നു നമ്മളെ രക്ഷിക്കാൻ, എങ്കിൽ നമ്മൾ രക്ഷപ്പെടും. അപ്പോൾ അള്ളാഹുവേ, നിന്റെ തീരുമാനമാണ് ഇവിടെ നടക്കുക. അള്ളാഹുവേ, നീയാണ് ഞങ്ങളുടെ യജമാനൻ. അള്ളാഹുവേ, നിന്റെ മേലാണ് ഞങ്ങൾ സത്യവിശ്വാസികൾ ഭരമേൽപ്പിക്കേണ്ടത് എന്നർത്ഥം വരുന്ന ഈ ഒരു ആയത്ത്. ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. അപ്പോൾ ഈ ആയത്ത് മറന്നു പോവണ്ട. ഇനി രണ്ടാമത്തേത് സൂറത്തു തൗബ. അതേ സൂറത്തിൻ്റെ തന്നെ സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്ത്. ഇത് നമുക്കറിയാവുന്നതാണ്, നമ്മൾ പലപ്പോഴും ഇതിൻ്റെ ശ്രേഷ്ഠതയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഏതാണ്? ഒന്ന് ഓടിച്ചു പോവാം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ഇതാണ് സൂറത്ത് തൗബയുടെ അവസാനത്തെ 2 ആയത്ത്. ഒരു മനുഷ്യൻ ഈ 2 ആയത്തുകൾ സ്ഥിരമാക്കിയാൽ, രാവിലെ ഓതിയാൽ വൈകുന്നേരം വരെ അവൻ മരിക്കൂല, വൈകുന്നേരം ഓതിയാൽ രാവിലെ വരെ അവൻ മരിക്കൂല. കാരണം അള്ളാഹിൻ്റെ സംരക്ഷണം ഉണ്ടാകും, മറ്റ് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും. ഇനി സൂറത്തുൽ ബഖറ 3-ാമത്തെ ആയത്ത്. സൂറത്തുൽ ബഖറയുടെ 286-ാമത്തെ ആയത്ത്. അതായത് ആമന റസൂലു എന്ന് നമ്മൾ പറയും, നമ്മളൊക്കെ പറയുന്നതാണ്, നമുക്കൊക്കെ അറിയാവുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലി ലാ നുഫർരിഖു ബൈന അഹദിൻ
മിർ റുസുലി വഖാലൂ സമിഅനാ വഅതഅനാ ഗുഫ്റാനക റബ്ബനാ വഇലൈക്കൽ മസീർ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത് റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആയത്താണ്. നമ്മളൊക്കെ മദ്രസ തൊട്ടേ പഠിച്ചിട്ടുള്ള ആയത്താണ്, ആമന റസൂലു. അപ്പോൾ ഇത് കാണാതെ അറിയാവുന്നവർ അങ്ങനെ ഓതാം, അല്ലെങ്കിൽ നോക്കി ഓതാം. സൂറത്തുൽ ബഖറയുടെ ഏറ്റവും അവസാനത്തെ 2 ആയത്ത്. അപ്പോൾ അതാണ് 3ാമത്തെ ആയത്ത്. ഇനി 4ാമത്തേത് സൂറത്തുൽ ഹൂദിൻ്റെ 56ാമത്തെ ആയത്താണ്. സൂറത്തുൽ ഹൂദിൻ്റെ 56ാമത്തെ ആയത്ത് വളരെ എളുപ്പമുള്ള, നമ്മളൊക്കെ സാധാരണ ചില ദിക്റുകൾ പറയുമല്ലോ, ആ ദിക്റുകളുടെ വാക്കുകളാണ് ഈ ആയത്തിലുള്ളതെന്നാണ്. കേട്ടോ, സൂറത്തുൽ ഹൂദിൻ്റെ 56ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബിക്കും മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദും ബിനാസിയതിഹാ ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം. വളരെ എളുപ്പം. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ, നിന്റെ മേൽ ഞാനിതാ ഭരമേൽപ്പിക്കുകയാണ്. ഇന്നി തവക്കൽതു അലല്ലാ, അല്ലേ? നമ്മൾ പറയാം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ എന്ന് പറഞ്ഞ് നമ്മൾ ദിക്റുകൾ വൈകുന്നേരം പറയാറുണ്ട്. അപ്പോൾ ആ ഒരു ദിക്റിൻ്റെ ഒരു വാക്കാണിത്. ഇന്നി തവക്കൽതു അലല്ലാ റബ്ബി വറബ്ബിക്കും. റബ്ബേ, പടച്ചവനെ, ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹ്, നിന്നിലേക്ക് ഞങ്ങളിതാ തവക്കുലാക്കുകയാണ്, ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. യാതൊരു ജന്തുവും അവൻ അതിൻ്റെ നെറുകയിൽ പിടിക്കുന്ന നിയന്ത്രിക്കുന്നതായിട്ടല്ലാതെ ഇല്ല. അതായത് ലോകത്തുള്ള മനുഷ്യനാവട്ടെ, മൃഗമാവട്ടെ, ജിന്നുകളാവട്ടെ, മലക്കുകളാവട്ടെ, എന്തെല്ലാം ജീവജാലങ്ങളുണ്ടോ അതിൻ്റെ എല്ലാം നെറുകയിൽ അള്ളാഹു പിടിക്കും. അതായത് അള്ളാന്റെ നിയന്ത്രണത്തിലാണ് അവകൾ പോകുന്നത്. മനുഷ്യൻ ഇരിക്കുന്നതും കിടക്കുന്നതും നടക്കുന്നതും എല്ലാം അള്ളാന്റെ നിയന്ത്രണത്തിലാണ്. നിശ്ചയമായും എൻ്റെ രക്ഷിതാവ് നേരായ പാതയിലാണ്, അള്ളാഹു നേരായ മാർഗത്തിലാണ്, ആ മാർഗത്തിൽ അള്ളാഹു എന്നെയും നീ നയിക്കണേ എന്ന ഒരർത്ഥം വരുന്ന ആയത്ത് സൂറത്തുൽ ഹൂദിൻ്റെ 52. അപ്പോൾ എഴുതിക്കോ, നമ്മുടെ ഡയറിയിൽ എഴുതി വെച്ചോ, സൂറത്തുൽ ഹൂദ് 52ാമത്തെ ആയത്ത്. എന്നിട്ട് അത് ഖുർആൻ നോക്കി നമുക്കിന്ന് എഴുതിയെടുക്കാം. ഏതാണ്? ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബിക്കും മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദും ബിനാസിയതിഹാ ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം. ഇതാണ് സൂറത്തുൽ ഹൂദിൻ്റെ 56ാമത്തെ ആയത്ത്. 4ാമത്തെ ആയത്ത് പറഞ്ഞു. ഇനി 5ാമത്തെ ആയത്ത് സൂറത്തു ത്വാഹയുടെ 25, 26, 27, 28 ആയത്ത്. വളരെ സിമ്പിളാണ്, അത് ഭയങ്കര വലിയ ആയത്ത് ഒന്നുമല്ല. സൂറത്തു ത്വാഹയുടെ 25, 26, 27, 28 ആയത്ത്. 4 ആയത്തുകൾ, വളരെ സിമ്പിളാണ്. കേട്ടോ, ഏതാണത്? സൂറത്തു ത്വാഹയുടെ 25, 26, 27, 28 ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല റബ്ബിശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലി. 4 ആയത്ത്. ഈ ആയത്ത് ഉസ്താദെ, എൻ്റെ മകന് അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് 5 വയസ്സായി, 6 ആയി, 7 ആയി, 8 ആയി, ഇതുവരെ അവൻ്റെ സംസാരം തിരിഞ്ഞിട്ടില്ല. അവൻ എന്താ പറയുന്നതെന്ന് തിരിയുന്നില്ല, സംസാരം ക്ലിയർ ആകുന്നില്ല, സംസാരത്തിൽ വിക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ഒരു കൊഞ്ഞപ്പ് വരുന്നുണ്ട് എന്ന് ഒരുപാട് പേര് പറഞ്ഞു ദുആ വസിയത്ത് പറയാറുണ്ട്. അവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ആയത്തും ഇതാണ്, അവരൊക്കെ ചെയ്യാൻ. അതായത് നമ്മുടെ സംസാരവും നമ്മുടെ മക്കളുടെ സംസാരവും ഒക്കെ, സംസാരശേഷി, നമ്മുടെ സ്വഭാവം, നമ്മുടെ മക്കളുടെ സ്വഭാവമൊക്കെ ക്ലിയർ ആയി മാറാൻ ഈ 4 ആയത്തുകൾ ഒരു ഗ്ലാസ് വെള്ളത്തിലെടുത്ത് ഓതിയിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ് ഓതി മന്ത്രിച്ച് ആ വെള്ളം നമ്മുടെ മക്കൾക്ക് കൊടുക്കുക. മക്കൾക്ക് ചായ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുമ്പോൾ വായിലേക്ക് നമ്മൾ വാരി കൊടുക്കൂലേ, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന സമയത്ത് ഈ 4 ആയത്തുകൾ ഓതിയിട്ട് ആ ഭക്ഷണത്തിൽ നമുക്ക് മന്ത്രിക്കാം.
അതുപോലെ നമ്മുടെ മക്കൾക്ക് നമ്മൾ ചായ കൊടുക്കുന്നു, പാല് കൊടുക്കുന്നു, അല്ലെങ്കിൽ വെള്ളം കൊടുക്കുന്നു, എന്ത് കൊടുത്താലും ജ്യൂസ് കൊടുക്കുന്നു, അതിലൊക്കെ ഈ ഒരു ആയത്ത് 4 ആയത്ത് വളരെ സിമ്പിളാണ്. ഖാല റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അതായത് ഇത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്ത ദുആ, മൂസാ നബിയുടെ ദുആയാണ്. അല്ലാഹുവേ പടച്ചവനെ റബ്ബിശ്റഹ് ലീ സ്വദ്രി, അല്ലാഹുവേ എൻ്റെ ഹൃദയം നീ വിശാലമാക്കി തരണേ, വയസ്സിർ ലീ അംരി, എൻ്റെ കാര്യങ്ങളൊക്കെ നീ എളുപ്പമാക്കി തരണേ, വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി, എൻ്റെ നാവിനൊരു കെട്ടുണ്ട്, നാവിനൊരു കൊഞ്ഞപ്പുണ്ട്, സംസാരത്തിനൊരു ക്ലിയർ ആവാത്ത തരത്തിലുള്ള ഒരു സംസാരമാണ്, അത് നീ മാറ്റിത്തരണേ, കെട്ടഴിച്ചു തരണേ, യഫ്ഖഹു ഖൗലി, ജനങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ എനിക്ക് സംസാരിക്കാൻ പറ്റണേ, അതിനുള്ള തൗഫീക്ക് തരണേ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന 5-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഹൂദിൻ്റെ 25, 26, 27, 28 ആയത്ത്. ഇനി 6-ാമതായി നമ്മൾ പരിചയപ്പെടുന്നത് സൂറത്തുൽ അൻകബൂത്തിൻ്റെ 60-ാമത്തെ ആയത്ത്. വളരെ സിമ്പിളാണ് കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وكأين من دابة لا تحمل رزقها الله يرزقها وإياكم وهو السميع العليم. അല്ലാഹുവേ ഉപജീവനം അല്ലേ, ദിവസവും കിട്ടുന്ന ഭക്ഷണം, ആ ഉപജീവനം അതിൻ്റെ ചുമതല വഹിക്കാത്ത എത്രയോ ജീവികളാണ് ലോകത്തുള്ളത്. എല്ലാവർക്കും റിസ്ക് കൊടുക്കുന്നവൻ അല്ലെ, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നവൻ പടച്ച റബ്ബേ നീയാണ്. അല്ലാഹുവേ നീ കേൾക്കുന്നവനാണ്, നീ എല്ലാം അറിയുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ജോലി ശരിയാവാത്ത ആളുകളുണ്ട്. ഒരുപാട് ഇൻ്റർവ്യൂ കഴിഞ്ഞു, ഒരുപാട് സ്ഥലങ്ങളിൽ പോയി, ജോലി ശരിയാകുന്നില്ല. ആ ഖൈറായ ജോലി കിട്ടാനും +2 കഴിഞ്ഞ ആളുകളുണ്ട്. ഡിഗ്രി ഏതെടുക്കും, BA അറബി, BA ഇംഗ്ലീഷ്, BA സയൻസ്, അത് ഇത് ഏതെടുക്കും, എങ്ങനെ പോകണം, എന്തിനു പോകണം, വളരെയധികം പ്രയാസത്തിലാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ആയത്ത് സ്ഥിരമായി ഓതിക്കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ അള്ളാഹു അവരുടെ ഭാവി ജീവിതത്തിൽ എന്താണോ ഖൈർ അത് അള്ളാഹു തോന്നിപ്പിക്കും. ഏതാണ്? സൂറത്തുൽ അൻകബൂത്തിൻ്റെ 60-ാമത്തെ ആയത്ത്. വകഅയ്യിൻ മിൻ ദാബത്തിൻ ലാ തഹ്മിലു റിസ്ഖഹ അല്ലാഹു യർസുഖുഹാ വഇയ്യാകും വഹുവസ് സമീഉൽ അലീം എന്നാണ് ആയത്ത്. വളരെ സിമ്പിളായ ആയത്താണ്, അതുകൊണ്ട് ഈ ആയത്ത് മറക്കണ്ട. ഇത് എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ഓതാം. പ്രത്യേകിച്ച് നിസ്കാരങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ മഗ്രിബിന് ശേഷമോ സുബഹിക്ക് ശേഷമോ ഒരു പ്രാവശ്യം, ചുരുങ്ങിയത് ഒരു പ്രാവശ്യം ഒരു ദിവസമെങ്കിലും ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 7-ാമത്തേത് സൂറത്തുൽ ഖലം. സൂറത്തുൽ ഖലം, നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ എന്ന് തുടങ്ങുന്ന, അതായത് സൂറത്തുൽ മുൽക്കുണ്ടല്ലോ, തബാറക സൂറത്ത് കഴിഞ്ഞിട്ടുള്ള സൂറത്താണ്. ആ സൂറത്തിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ആയത്ത്, അതായത് 51-ാമത്തെ ആയത്ത്. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ എന്ന് തുടങ്ങുന്ന ആ സൂറത്തുൽ ഖലം, ആ സൂറത്തുൽ ഖലമിൻ്റെ 51-ാമത്തെ ആയത്ത്. ഇത് കണ്ണേർ, സിഹിർ, കരിനാക്ക്, കൊതി അതിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ ഈ ആയത്ത് ബെസ്റ്റാണ് കേട്ടോ. ഏതായത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِنْ يَكَادُ الَّذِينَ كَفَرُوا لَيُزْلِقُونَكَ بِأَبْصَارِهِمْ لَمَّا سَمِعُوا الذِّكْرَ وَيَقُولُونَ إِنَّهُ لَمَجْنُونٌ. ഇതാണ് ആയത്ത്. ഇത് നമ്മുടെ മക്കളുടെ തലയുടെ മുകളിൽ കൈവച്ചിട്ട്, വലത് കൈവച്ചിട്ട് ഈ ആയത്ത് ഓതുക. ഏതാണ് ആയത്ത്? وَإِنْ يَكَادُ الَّذِينَ كَفَرُوا لَيُزْلِقُونَكَ بِأَبْصَارِهِمْ لَمَّا سَمِعُوا الذِّكْرَ وَيَقُولُونَ إِنَّهُ لَمَجْنُونٌ. സൂറത്തുൽ ഖലമിൻ്റെ 51-ാമത്തെ ആയത്ത്. അപ്പോൾ 7 ആയത്തുകൾ നമ്മളിവിടെ പറഞ്ഞു. നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഒരു വെറുതായി, നമ്മൾ സ്ഥിരമായി ചെയ്യുന്നൊരു കാര്യമായി അത് നമ്മുടെ ഇപ്പോൾ മൊബൈലിൽ ഓതുന്ന ആളുകളുണ്ട്. മൊബൈലിൽ അപ്പോൾ ഈ മറ്റേ ആയത്തുകളുടെ സ്ക്രീൻഷോട്ട് എടുത്താലും മതി. സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. നമ്മുടെ മക്കളോടൊക്കെ പറഞ്ഞാൽ അവർ എടുത്തു തരും. ഈ പറയുന്ന ആയത്തുകളുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിങ്ങനെ നമുക്ക് ഓരോ ആയത്തും ഇങ്ങനെ മാറി മാറി ഓതാം. ഇതെല്ലാ ദിവസവും ഓതിയാൽ ആകാശം ഇടിഞ്ഞ് ഭൂമിയിലേക്ക് വീണാലും നമുക്കൊന്നും പറ്റൂല. ഇത് പറഞ്ഞത് മഹാനായ കഅബ് റളിയല്ലാഹു തആല അൻഹു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള സൂറത്തുകളും ആയത്തുകളൊക്കെ ഓതി നമ്മുടെ മക്കൾക്ക് വേണ്ടി ദ്വാരക്കുക, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ദ്വാരക്കുക, നമ്മുടെ സമ്പത്തിന് വേണ്ടി, നമ്മുടെ കച്ചവടം റാഹത്തിലാവാൻ, നമ്മുടെ ഭർത്താവിൻ്റെ കച്ചവടത്തിന് വേണ്ടി, നമ്മുടെ ഭാര്യയുടെ രോഗങ്ങൾ മാറാനൊക്കെ ഈ ആയത്തുകൾ ഓതിയിട്ട് ദ്വാരക്കിൻ ഇൻഷാ അല്ലാഹ് എല്ലാവിധ കാവലും ഉണ്ടാകും. അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്, നിരവധി പേരാണ്.
പടച്ച തമ്പുരാൻ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കട്ടെ, എല്ലാവിധ ഖൈറും നമുക്ക് തരട്ടെ, എല്ലാവിധ ഈ ഖുർആനുമായി കൂടുതൽ അടുക്കുവാനും ആ ഖുർആൻ കൊണ്ട് അവസാനം വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും പടച്ച തമ്പുരാൻ നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രയാസ പ്രശ്നങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ. ഹലാലായ മുറാദുകൾ ഒരുപാട് പേര് കമൻറ്റിലൂടെ ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ ഹലാലായ മുറാദുകൾ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു സഫലീകരിക്കട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.